മനക്കുളങ്ങര സാംസ്കാരിക സംഘം ഗ്രാമീണ വായനശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.ആർ. പ്രസാദൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ.എൽ. പാപ്പച്ചൻ, കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു. ചാലക്കുടി തഹസിൽദാർ ഇ.എൻ. രാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ.ജെ. ഡിക്സൺ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമ്പിളി സോമൻ, സാംസ്കാരിക സംഘം ട്രഷറർ എൻ.പി. ദിനേശ്, സാംസ്കാരിക സംഘം സെക്രട്ടറി എൻ.വി. ബിജു, ഗ്രാമീണ വായനശാല സെക്രട്ടറി എ.ബി. സത്യൻ എന്നിവർ സംസാരിച്ചു. ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പലപ്പോഴും മീറ്റിങ്ങുകളിലായാലും മറ്റ് ഇതര യോഗങ്ങളിൽ സംബന്ധിക്കുന്ന സമയത്ത് പോലും വളരെ ലളിതമായ കാര്യങ്ങൾ നടത്തുന്നതിന് അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ജാടയില്ലാതെ വളരെ സൗമ്യമായി കാര്യങ്ങൾ നടത്തി, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞതുപോലെ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ശീലമല്ല ഈ നാട്ടുകാരനെന്ന നിലയ്ക്കും ഉദ്യോഗസ്ഥ തലത്തിലും എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. ഒരു ജീവിതമാണ് കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ ആളുകളൊക്കെ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. നേരത്തെ കിട്ടേണ്ട അനുമോദനം വൈകി വന്നതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവും. പക്ഷെങ്കിലും വൈകി വന്ന വസന്തം എന്നൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾക്കുള്ള അനുമോദനം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെ ഇവിടെ വായനശാലയും സാംസ്കാരിക കേന്ദ്രവും തെളിയിച്ചിരിക്കുകയാണ്. കുളങ്ങര സാംസ്കാരിക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ദിനേഷും അതുപോലെ തന്നെ ബിജുവൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പരിപാടിയൊന്നും വേണ്ട, ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ മനസ്സിൽ നമ്മളോട് സ്നേഹം ഉണ്ടായാൽ മതി, അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ ആദരവ്. ഇങ്ങനൊരു പരിപാടിയൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവർ ഈ പരിപാടി സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം. രാജുവേട്ടനും ഡിക്സനും അതുപോലെ തന്നെ ദിനേഷും റോസ്ലേച്ചിയും ഒക്കെ നല്ല വാക്കുകൾ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു.